ഹായ് മക്കളെ, ജെസി സാറാണ്. അപ്പോൾ മക്കളെ, നമ്മൾ 6ാം ക്ലാസ്സിൽ എത്തിയതാണ്. മക്കളെ, നിങ്ങൾക്കറിയാം 6ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി ഇല്ലേ? ടെക്സ്റ്റ് ബുക്കൊക്കെ കുറേ ആളുകളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയോ? എന്താണ് മക്കളെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, സോഷ്യൽ സയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മക്കളെ, പല ആളുകളും പറയുന്നുണ്ട്, സാറേ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 5ലൊന്നും പഠിച്ചതുപോലെയല്ല, ഒരുപാട് കണ്ടന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സത്യമാണ് മക്കളെ. കാരണം എന്താ അറിയോ, നിങ്ങൾ സീനിയേഴ്സ് 8ലും 9ലും ഒക്കെ പഠിച്ച ഭാഗങ്ങളാണ് സോഷ്യൽ സയൻസിൽ പല ചാപ്റ്റേഴ്സുമായിട്ട് വന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ നോക്ക്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 8, 9 അതായത് +1, +2 വരെയുള്ള ടോപ്പിക്കുകളാണ് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കണ്ടന്റുകൾ 6ാം ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഞാൻ പറയുന്നു, നമ്മുടെ ലൈഫിനകത്ത് ശരിക്കും ഒരു 6ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഞാനത് വെറുതെ പറയല്ല 6ാം ക്ലാസ് ടേണിംഗ് പോയിന്റ് ആണത്. എന്തുകൊണ്ടാണെന്ന് അറിയാം മക്കളെ, നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന ഒരു എക്സാം 7ാം ക്ലാസ്സിനകത്ത് ഈ USS എന്ന് പറയുന്ന എക്സാമാണ്. USS എക്സാം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായില്ലേ അല്ലേ? നാട്ടിനകത്തൊക്കെ ഒരു ഫ്ലെക്സ് വരണം എന്നൊക്കെ, ഫ്ലെക്സിനകത്തൊക്കെ നമ്മുടെ പിക്ചർ വരണം എന്നൊക്കെ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കില്ലേ അല്ലേ? USS ഒക്കെ വിജയിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലേക്ക് സെലിബ്രേഷൻ വരും. നമ്മൾ തന്നെ ശരിക്കും ഒരു സെലിബ്രിറ്റിയായി മാറുകയാണ് USS ഒക്കെ വിജയിക്കുന്ന സമയത്തില്ലേ. അപ്പോൾ അത്തരത്തിലേക്ക് USS പോലുള്ള എക്സാമുകളൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് മുതൽ പഠിച്ചു തുടങ്ങണം? 5, 6, 7 ക്ലാസ്സുകൾ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതിലേറ്റവും കൂടുതൽ ചോദ്യങ്ങളൊക്കെ വരുന്നത് 6ാം ക്ലാസ്സിനകത്ത് നിന്നാണ്. അപ്പോൾ 6ാം ക്ലാസ് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്ക് നിങ്ങളെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി സൈലത്തിൻ്റെ ഒരു കിടിലൻ ബാച്ച് ഒരുങ്ങിയിട്ടുണ്ട്. അത് മക്കളെ വേറൊന്നുമല്ല, അത് വജ്ര ബാച്ചാണ്. അപ്പോൾ മക്കളെല്ലാ ആൾക്കാരും വജ്ര ബാച്ചിനകത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. മക്കളെ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്നല്ലേ? റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ എക്സാം സീരീസുകൾ ഉണ്ടാവും, ഒരുപാട് എക്സാമുകൾ ഉണ്ടാവും. ഈ എക്സാമുകൾ മാത്രമല്ല, ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസുകൾ ഉണ്ടാവും. അത് കൂടാതെ മക്കളെ, ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ക്ലാസ്സിനകത്ത് മക്കൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ട്, ഏതെങ്കിലും ഒരു സ്ലൈഡിനകത്ത് എന്തെങ്കിലും ഒരു സംശയം ഉണ്ട് എന്ന് വിചാരിക്കുക, ആ സംശയങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്ക് കിടിലൻ ഫീച്ചേഴ്സുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വജ്രയുടെ ഭാഗമായി മാറുക. സോ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോട്ടോ, വജ്രയുടെ ഭാഗമായി മാറൂ. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.